അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചെറിയൊരു അമല് കൊണ്ട് നിങ്ങളുടെ തലയിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ചെറിയൊരു ദുആ ഉണ്ട്. വെറും 7 ദിവസത്തിനുള്ളിൽ തലയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അവയെല്ലാം മാറിക്കിട്ടും. ഇനിയിപ്പോൾ തലയിൽ മുടി പൊട്ടിപ്പോകുന്നുണ്ട്, മുടിക്ക് ഉള്ളില്ല, ഇനി മുടി തലയിൽ താരനുണ്ട്, പിന്നെന്താണ് നെറ്റി കയറിപ്പോകുന്നു, കഷണ്ടി രൂപത്തിലായിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വിധത്തിൽ മുടിയും സംബന്ധമായിട്ട് ഇടങ്ങാറാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ ഈ അമൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് മുടങ്ങിപ്പോകരുത്, നിർത്തരുത്. ഇത് തുടർച്ചയായിട്ട് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് മരണം വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അമൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ദുആ, ഈ ഒരു അമല് എല്ലാവർക്കും ചെയ്യാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാം. പിന്നെ കൂടാതെ ദിവസവും തല വൃത്തിയാക്കുക, വൃത്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പ്, തലയണ, പിന്നെ തട്ടം, സ്ത്രീകളാണെങ്കിൽ തട്ടം, പിന്നെ ബെഡ്ഷീറ്റ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ. പിന്നെ തോർത്ത് എന്നൊക്കെ ദിവസം ദിവസം പറ്റാത്ത ഒരാഴ്ചക്കെങ്കിലും തിരുമ്പിയിട്ട് നല്ല വെയിലത്ത് ഉണക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ദുആ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയിൽ ഊതി മന്ത്രിച്ച് വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കുക കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അമല് ചെയ്യുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പം ഇതിൽ പറയുന്ന പ്രകാരം തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങളെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ പറയുന്ന പ്രകാരമല്ലാതെ ഒരു ദിവസം ചെയ്ത് പിന്നെ ചെയ്തില്ല അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിന് റിസൾട്ട് കിട്ടില്ല. ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് കൂടുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പറയുന്നത്. തലേൻ്റെ ആയിട്ട് പ്രശ്നമായിട്ട് ഇടങ്ങാറായിട്ട് പലതും തലയിൽ തേക്കുന്നുണ്ടല്ലേ. പലതരത്തിലുള്ള ഓയിലുകളും എണ്ണകളൊക്കെ മാറി മാറി തേക്കുന്നുണ്ട്. വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഒന്നിനും സാധിക്കാതെ ഇപ്പോഴത്തെ ഓരോ ഓയിലിനും അതിനും ഇതിനൊക്കെ ഡാൻഡ്രഫൊക്കെ വന്നിട്ട് അത് മാറാൻ ബുദ്ധിമുട്ടിയിട്ട് ഒന്നിനും വാങ്ങാനും സാധിക്കാത്ത കുറേ പാവപ്പെട്ട എത്രയോ കുട്ടികളുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ട് പറഞ്ഞിട്ട്, താത്ത എനിക്ക് തലയിൽ താരനാണ്, മുടീൻ്റെ ഉള്ളില്ല, താത്ത എന്തെങ്കിലും ദുആ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് മിനിയാന്നും കൂടെ ഒരു കുട്ടി വന്നിട്ട് കമൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ എല്ലാത്തിനുള്ള പരിഹാരമുണ്ട്. നമ്മളത് കണ്ടെത്തുക എന്നതാണ്. ആരും അത് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളി. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരം ചെയ്യും. ഈ അമൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത്, ഇപ്പോൾ ചിലവർ കാച്ചിയ എണ്ണ ആയിരിക്കാം, ചിലർ പല മുടി നീളുന്ന പലതരത്തിലുള്ള എണ്ണ ആയിരിക്കാം, അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ആയാലും മതി, ഒരു കുഴപ്പമില്ല. ശുദ്ധമാക്കപ്പെട്ട വെളിച്ചെണ്ണ ഏറ്റവും നല്ലതല്ലേ. നിങ്ങൾ ഏത് ഓയിലോ എണ്ണയോ ആയിക്കോട്ടെ അതെടുക്കുക. ഒരു കുപ്പിയിൽ അതെടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങളൊരു കുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്ര അളവ് എന്നുണ്ടാവുമല്ലോ. അതെടുത്ത് കഴിഞ്ഞിട്ട് ആ കുപ്പിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലുക. മനസ്സിലായില്ലേ? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. അന്നത്തെ നമ്മളെല്ലാ അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും നല്ലത് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എന്താക്കുക, ഒരു കുപ്പിയിൽ എണ്ണ എടുക്കുക. അതിലേക്ക് 3 വട്ടം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ വെറും ഇങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രമാണ് അറിയുന്നതെങ്കിൽ അത് ചൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എണ്ണയിലേക്ക് കുപ്പിയിലെടുത്ത എണ്ണേൻ്റെ മൂടി തുറന്നിട്ട് അതിലേക്ക് 3 വട്ടം ഓതിയിട്ട് എന്ത് ചെയ്യുക, ഊതുക. 3 സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം 313 വട്ടം അല്ലാഹു അൽ ബാരിഉൽ കബീർ, പടച്ചവനും അത്യുന്നതനുമായ അല്ലാഹുവേ, അല്ലാഹു അൽ ബാരിഉൽ കബീർ എന്ന് 313 വട്ടം ഓതി മന്ത്രിച്ച് ഈ എണ്ണയിലേക്ക് ഇഷ്ഫി എന്നിട്ട് 3 വട്ടം ഊതി വെക്കുക. മനസ്സിലായില്ലേ? ഫസ്റ്റ് എന്താക്കുക, എണ്ണ എടുത്ത് വെക്കുക. അതിലേക്ക് 3 വട്ടം നബിയുടെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അൽ ബാരി ഉൽ കബീർ എന്ന് 313 വട്ടം ചൊല്ലി അതിലേക്ക് എന്ത് ചെയ്യുക, മന്ത്രിച്ച് മാറ്റി വെക്കുക. ഈ 2 കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ. അതിനുശേഷം ഈ കുപ്പിയിൽ നമ്മൾ മന്ത്രിച്ച് മാറ്റി വെച്ചില്ലേ, അതിനുശേഷം എപ്പോഴാണോ എണ്ണ തേക്കാൻ ഉദ്ദേശിക്കുന്നത് ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ കുളിച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന സമയത്ത് പൊടിയും വിയർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും തലയിൽ അല്ലേ.
അപ്പോൾ ആ സമയത്തും 2 നേരത്തും തലയെണ്ണയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നീരിറക്കവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരു നേരത്ത് ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ മന്ത്രിച്ച് നമ്മൾ കുപ്പി മാറ്റി വെച്ച് അല്ലേ, അതിനുശേഷം നമ്മൾ തലയിൽ എണ്ണ തേക്കാൻ തുടങ്ങുമ്പോൾ ഇനിയിപ്പോൾ കയ്യിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ സ്പൂണിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്തിട്ട്, ഒരു പാത്രത്തിലെടുത്തോളൂ, ചെറിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം 7 വട്ടം സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ ആയത്തുകൾ, അവസാന ഈ ആയത്ത് 7 വട്ടം നിങ്ങൾ ചൊല്ലണം. ഓക്കെ, ഇതാണ് ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم ومن يدعو مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون وقل ربي يغفر وأرحم وأنت خير الراحمين എന്ന് ഈ സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്ത് ഊതിയിട്ട് 7 വട്ടം ഊതിയിട്ട് എന്ത് ചെയ്യുക, ആ വെളിച്ചെണ്ണയിലേക്ക് ഊതുക. 3 വട്ടം ഷ്ഫി 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 എന്ന് ഊതിയതിന് ശേഷം തലയോട്ടിയിൽ, തലേൻ്റെ എല്ലാ ഭാഗത്തും തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ചിട്ട് ഒരു 5 സമയമില്ലാത്തവർ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം, നീരിറക്കമുള്ളവരൊക്കെ കൂടുതൽ നേരമൊന്നും വെക്കണ്ട, എന്ത് ചെയ്യുക, വല്ല മൈൽഡായിട്ടുള്ള അധികം കെമിക്കലൊന്നും ഇല്ലാത്ത, നിങ്ങളെ തല കഴുകാൻ എന്താണ് യൂസ് ചെയ്യുന്നത്, ഷാമ്പു എന്താണ് യൂസ് ചെയ്യുന്നത്, താളിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് താളി കൊണ്ട് കഴുകി കളയുന്നത്. ഇനിയിപ്പോൾ താളി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരും നീരിറക്കം പരിചയമില്ലാത്തവരൊന്നും ആ പണിക്ക് പോകണ്ട. എന്തുപയോഗിച്ചിട്ടാണോ നിങ്ങൾ തല കഴുകി കളയുന്നത്, എന്തായാലും വെളിച്ചെണ്ണ എപ്പോഴും തലയിൽ ഇങ്ങനെ പറ്റി നിൽക്കുന്നത് പലതരത്തിലുള്ള പൊടിക്ക് ഇതിനൊക്കെ കാരണമാവും, ഡാൻഡ്രഫൊക്കെ വർദ്ധിക്കും. അപ്പോൾ എന്താവുക, കഴുകി കളയണം. തലയിൽ ഇങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങരുത്, നീരിറക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്താക്കുക, നന്നായിട്ട് തല കഴുകി കളയുക. ഇത് രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എണ്ണയിലേക്ക് രാവിലെയും 7 വട്ടം ഈ ആയത്ത് ഓതുക, സൂറത്തുൽ മുഅ്മിനൂൻ അവസാനത്തെ ആയത്ത് ഓതുക. വൈകിട്ടും ചെയ്യുകയാണെങ്കിൽ വൈകിട്ടും 7 വട്ടം ഊതിയിട്ട് പ്രകാരം തലയിൽ തേച്ചിട്ട് കഴുകി കളയുക. ഈ മുടി കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക്, താരൻ്റെ പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 7 ദിവസത്തിനുള്ളിൽ തലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് കൊഴിഞ്ഞു പോയ ഇടങ്ങളിൽ പുതിയ മുടികൾ അങ്ങനെ തളിർത്ത് വരും. പടച്ച തമ്പുരാൻ തൗഫീഖിനെ നൽകുമാറാകട്ടെ. ആമീൻ. അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.